മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എന്തായാലും നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ കീമിന്റെ ഏറ്റവും അവസാനത്തെ ഒരു തീരുമാനം, അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇപ്പോഴിതാ സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ ഇതിലൊരു പുതുക്കിയ റാങ്ക് ലിസ്റ്റ് ഒക്കെ സ്റ്റേ ചെയ്യണം, അതുപോലെ തന്നെ ആദ്യം പ്രഖ്യാപിച്ച റാങ്ക് ലിസ്റ്റ് അനുമതി നൽകണം എന്നൊക്കെ പറഞ്ഞു പോവുകയും തടസ്സ ഹർജി CBSE വിദ്യാർത്ഥികളൊക്കെ പോകുമ്പോഴും ഇന്നലെ കോടതി പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്. സർക്കാർ അപ്പീലിന് പോകുമോ ഇല്ലയോ എന്ന് കേരളത്തിനോട് ആരാഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ തന്നെ അതിലൊരു തീരുമാനം വന്നു. കേരള സർക്കാർ അപ്പീലിന് പോകുന്നില്ല, പ്രവേശന നടപടികളെ തടസ്സപ്പെടുത്തുന്ന ഒരു തീരുമാനവും എടുക്കില്ല എന്ന്. അതിനു പിന്നാലെ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ഒരു തീരുമാനം എന്ന നിലയിൽ ഇത്തവണ എന്തായാലും ഈ ഒരു പ്രവേശന നടപടിയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, സ്റ്റേ ഉണ്ടാകില്ല. അതോടൊപ്പം 4 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും ഈ 4 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഏകദേശം എന്താണ്, ബിടെക്കിലെ എല്ലാവിധ പ്രവേശന നടപടികളും കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റും വന്ന് ക്ലാസ്സുകൾ തുടങ്ങുന്ന രീതിയിൽ ആ ഒരു സാഹചര്യത്തിലേക്കായിരിക്കും ഇപ്പോൾ പോവുക. AICTE ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഓഗസ്റ്റ് 14-നകത്താണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി ജൂലൈ 15 കഴിഞ്ഞു. അപ്പോൾ നോക്കുക, ഒരാഴ്ച, 4 ആഴ്ച എന്ന് പറയുന്ന ഒരു മാസം കഴിയുമ്പോൾ ആ ഒരു ഡേറ്റിനോട് അടുക്കും. അപ്പോൾ സുപ്രീം കോടതി സത്യം പറഞ്ഞാൽ ഇത്തവണ ഇതിൽ ഇടപെടുന്നില്ല. ഈ പുതുക്കിയ റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ, അത് എന്തായാലും ഒരു പെർമനന്റ് ആയിട്ട് തുടരും. നിങ്ങൾ ഇപ്പോൾ വെച്ച ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇനി ഇൻവാലിഡ് ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രവേശന നടപടികൾ, ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെന്റിന്റെ കാര്യങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ നിരാശയിലാണ് എന്നറിയാം. ബട്ട് ഇതാണ് കാരണം. എന്തെന്ന് വെച്ചാൽ ഇത്തവണ വീണ്ടും ആ പഴയ രീതിയിൽ തന്നെ ആ ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് തന്നെ ആദ്യമേ പ്രോസ്പെക്ടസിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ പല നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻ രജിസ്ട്രേഷൻ വച്ചവരാണെങ്കിൽ ഏറ്റവും പുതിയ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്.